അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് 2 months ആയി. അപ്പോൾ നമ്മൾ അങ്ങനെ 2 monthsന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളിതാ ടേബിളും ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കുകയാണ്. ആകെപ്പാടെ അലങ്കോലമായിട്ടാണുള്ളത്. അപ്പം ഞാനിതാ പുതിയതായിട്ട് ട്രൈപോഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചെറുത് എൻ്റെ മാമ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ വലുത് ഉമ്മ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും നാൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇതും കൊണ്ടാണ്. ഇതിൽ നിന്ന് ട്രൈപോഡിലോട്ട് മാറിയതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. ആ ഒരു പാൽപ്പൊടീൻ്റെ ആ ഡപ്പയും പിന്നെ ആ ഫോൺ സ്റ്റാൻഡും കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത്രയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ ഒരു ട്രൈപോഡും കൊണ്ട് വീഡിയോ എടുക്കുന്നതും. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം എനിക്കൊന്നും ട്രൈപോഡ് ഞാൻ ഇപ്പോഴൊന്നല്ല, ഒരു 1000 സബ്സ്ക്രൈബൊക്കെ ആയിട്ടാണ് വാങ്ങുകയെന്നാണ് സത്യമായിട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ വാങ്ങാൻ പറ്റുന്ന എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. സോ ഹാപ്പി. എന്തായാലും നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ട്രൈപോഡ് എടുത്തിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. നേരം പോലെ അതൊക്കെ ഒന്ന് വിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ പുതപ്പും പില്ലോയൊക്കെ സെറ്റാക്കി നമ്മൾ ന്യൂ ഇയർ ആവണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്യണത്. കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് അൽക്കുത്തഹ പണികളൊക്കെ കാണും കേട്ടോ. നിങ്ങൾ എക്സ്ട്രാ കുറച്ച് അൽക്കുത്ത് പണികളൊക്കെ കാണും. അപ്പം നമ്മളങ്ങനെ പുതപ്പൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ടേബിളൊക്കെ വിരിച്ച് സെറ്റാക്കണം. പിന്നെ എൻ്റെ ഉമ്മ ചെടികളൊക്കെ നടുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. പിന്നെ എൻ്റെ അനിയത്തി അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി അവസ്ഥ. പിന്നെ ഇപ്പോൾ ടൈം വന്നിട്ട് 11:21 ആയിട്ടുണ്ട്. ഒരു ഉച്ചയാവാനായിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പോഴേക്കും ടേബിളൊക്കെ വിരിച്ച് ജനലും കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടി ഒക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബുക്ക് വയ്ക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്, സെറ്റാക്കുകയാണ്. പിന്നെ കലണ്ടറും ജസ്റ്റ് മാറ്റണം. 2025 കലണ്ടർ നേരെ 2026 മാറ്റണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബിസിയിലൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഹാളത്തെ ഒരു വ്യൂ. നല്ല രസമല്ലേ, നല്ല ലൈറ്റൊക്കെ ആയിട്ട്. ആ ലൈറ്റൊക്കെ ഞാൻ ഇപ്പോൾ എടുക്കും, എൻ്റെ റൂമിൽ ഞാൻ നേരെ വയ്ക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇതൊക്കെ പകുതി മീഷോത്തെ ഐറ്റംസാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല 2025 കഴിഞ്ഞു. ഇത്ര പെട്ടെന്നാണ് കേട്ടോ കഴിഞ്ഞത്. സോ ഭയങ്കര സങ്കടങ്ങൾ സന്തോഷങ്ങൾ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ഇനി 2026 എന്താവും നമുക്കറിയില്ല. അപ്പം ഞാനിതാ എൻ്റെ ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി സെറ്റൊക്കെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ മീ ആണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം കുടിച്ച് തീർക്കണം എന്നൊക്കെയാണുള്ളത്. എന്താവും അറിയില്ല, ഞാൻ തീരെ വെള്ളം കുടിക്കാറില്ല. അപ്പം നമ്മൾ 2025 വിഷൻ ബോർഡ് മാറ്റിയാണ്. അപ്പോൾ ഈ 2025 ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് തന്നെ എന്തൊക്കെ നേടിയെന്ന് വെച്ചാൽ A+ എനിക്ക് ഉണ്ടായില്ല, ഫുൾ A+ ഒന്നും കിട്ടിയില്ല. പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കുക, അതും നടന്നില്ല. എക്സസൈസ് അത് നടന്നില്ല. സ്കിൻ കെയർ അതൊട്ടും നടന്നിട്ടില്ല. പിന്നെ കടലിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നേയില്ല. പിന്നെ പ്ലേ ബട്ടൺ അത് നിങ്ങളാണ് നടത്തി തരേണ്ടത്, നിങ്ങൾ നടത്തി തന്നില്ല. പിന്നെ സ്റ്റഡി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആകെപ്പാടുള്ളത് അത് അള്ളാഹുവിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എയ്റോപ്ലെയിനിൽ കയറണം, മക്കയും മദീനയും കാണണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. അതങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റി. സോ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ എയ്റോപ്ലെയിനിൽ കയറി മക്കയും മദീനയും കണ്ടു. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നല്ലൊരു ഒരു മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ ആ ചെതലൊക്കെ വൃത്തിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ എൻ്റെ റൂമിൽ അവിടെയായിട്ട് വരാനിലേക്ക് ഉണ്ട്, അതൊക്കെ ഞാൻ തട്ടിക്കൊടുത്തു. ജനലിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെയാണ് ഇതാക്കി, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു അവസ്ഥ വന്നിട്ട്. പിന്നെ നമ്മൾ റൂമൊക്കെ അങ്ങനെ ക്ലീനാക്കി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടിച്ചു വരാൻ പോവാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ വൃത്തിയാക്കിയതുകൊണ്ട് ടേബിളത്തെ സാധനങ്ങളൊക്കെ കട്ടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ അവിടെ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാനാണ് എൻ്റെ വീട് ഫുള്ള് ഇന്ന് തുടച്ച് അടിച്ചൊക്കെ വാരി ക്ലീനാക്കാൻ പോകണത് കേട്ടോ.
എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി സമയമില്ല, നമുക്ക് ഇനി കുളിക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു മണി പ്ലാന്റ് അയച്ചു വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല റൂം ഡെക്കവർ ആയിരിക്കാൻ വേണ്ടി അതും ഞാനൊരു വാൾ ഡെക്കവറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ടേബിളിൽ നമ്മൾ കുഞ്ഞൊരു സ്പേസ് ആക്കിയിട്ടാണുള്ളത്. പിന്നെ അതാ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ടേബിളിൽ വെക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പിന്നെ അത് വേണ്ട വിചാരിച്ചു, കാരണം നല്ല പഴയതായി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വിചാരിച്ച് ഇത് വെക്കാമെന്ന്, കാരണം ഇതില്ലെങ്കിൽ എനിക്ക് സാധനങ്ങളൊന്നും വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതും വെച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്രോഷീൻ്റെ ഐറ്റംസൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ കള്ളിയിലായിട്ടും ഓരോരോ ഐറ്റംസൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ക്രോഷീൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നൂലൊക്കെ ആകെപ്പാടെ ഇതായിട്ടുള്ളത്. പിന്നെ ഞാൻ യാണൊക്കെ ഇങ്ങനെ നേരം പോലെ ആക്കി വെച്ചു. പിന്നെ ഞാനിത് ഉണ്ടാക്കിയൊരു ക്രോഷീൻ്റെ ട്യുലിപ്പാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഉമ്മ കാണിച്ചെടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് ചാമ്പങ്ങേൻ്റെ പോലെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ ഒരു വടിയൊക്കെ നമ്മൾ ഒരു കോലൊക്കെ വെച്ചപ്പോൾ കുറച്ചൊക്കെ ക്രോഷീൻ്റെ ഒരു എന്തായിരുന്നു ട്യൂലിപ്പിൻ്റെ പോലെയൊക്കെ ഇല്ലേ, അങ്ങനെ എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ. പിന്നെ ക്രോഷിങ് കൊണ്ട് ഞാൻ കുറേ ബോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ക്ലാസ്സിൽ നിന്ന് കുറേ കുട്ടികൾ തന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി സ്കൂൾ തുറക്കുമ്പോൾ കൊടുക്കണം. പിന്നെ ഇതാ ഈ ടൂളും എല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു സെറ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2026 വിഷൻ ബോർഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നടക്കണം വെച്ചാൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, 1K സബ്സ്ക്രൈബേഴ്സ്, ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ, പിന്നെ നിസ്കാരം, ഡെയിലി നിസ്കാരം, പിന്നെ ബീച്ചിലേക്ക് പോകണം, പിന്നെ പ്ലേ ബട്ടൺ കിട്ടണം, ഹെൽത്തി ഫുഡ് കഴിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം, ബട്ടർഫ്ലൈ കട്ട് ചെയ്യണം, പിന്നെ ഡെയിലി നിസ്കാരം, ഓത്ത്, പിന്നെ സ്റ്റഡി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ നമുക്ക് 2026 അവസാനിക്കുമ്പോൾ അറിയാം, മീൻസ് കഴിയുമ്പോൾ. അപ്പം നമ്മളൊക്കെ വിഷൻ ബോർഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒക്കെ കാർഡ്ബോർഡൊക്കെ അതിൽ വെട്ടി ഒട്ടിച്ച് നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സമരമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വാളിൽ എവിടെ ഒട്ടിക്കും എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാളിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ നല്ല എസ്തെറ്റിക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കണ്ടില്ലേ, അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു വൃത്തികേട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് മോട്ടിവേഷൻ തോട്ട്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോട്ടിവേഷൻ കോട്ട്സൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ റൂം കാണാൻ നല്ല എലഗൻ ലുക്കാണ്. സോ ഐ ആം വെരി ഹാപ്പി. സോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് റൂം നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സമയം ഒരു 1:45 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളിത് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ലുഹറും അസറൊക്കെ നിസ്കരിക്കുകയാണ്. സോ നമുക്ക് നിസ്കരിച്ചിട്ട് കാണാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ദിക്കറൊക്കെ ചൊല്ലിയിരുന്നു. അങ്ങനെ ന്യൂ ഇയർ ആയതുകൊണ്ട് എൻ്റെ വേറെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ യൂനോ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം യൂനോ ഒക്കെ കളിച്ചിരുന്നു. പിന്നെ നമ്മളുടെ യൂനോ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ ദാ എല്ലാം എന്തായിരുന്നു മാങ്ങയും പിന്നെ പൈനാപ്പിളും കുക്കുംബറൊക്കെ കൂടിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെ പോയി. പിന്നെ ഇതാ ഒരു മഗ്‌രിബ് നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഈ ഒരു ലൈറ്റ് എൻ്റെ റൂമിൽ ഫുള്ളായിട്ട് ഇതാക്കി. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എസ്തെറ്റിക്, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പോവുകയാണ്. പിന്നെ അങ്ങനെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഇതാ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഇതാ വെള്ളം ഇതുവരെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫുള്ളും കുടിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതുവരെയെങ്കിലും ഞാൻ കുടിച്ചു, ഇനി ബാക്കിയും കുടിക്കണം. അങ്ങനെ ഇതാ 2026 കലണ്ടറൊക്കെ നോക്കി ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഇതാ ഞാൻ വിചാരിച്ചു ജേണലൊക്കെ ചെയ്യാൻ. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ജേണലൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതാ ജേണൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ജേണൽ ബുക്കിലാണ് കേട്ടോ ജേണൽ ചെയ്യണത്. ഞാൻ മറ്റേ ജേണൽ ബുക്കിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ ഒരു ജേണൽ ബുക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ഫില്ലാക്കണം, എന്നിട്ട് ഫ്ലിപ്പ് ത്രൂ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജേണൽ ബുക്ക് ഞാനിപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ജേണലിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ജേണലൊക്കെ പകുതി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി യൂന കളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ യൂന കളിച്ച് കഴിഞ്ഞപ്പോൾ യൂന കൊണ്ട് തന്നെ ഒരു കളി കളിക്കുകയാണ്, ഒരു ഗെയിം. നമ്മളിതാ ഒരേ കളേഴ്സ് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ വരുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കളിക്കുകയാണ് കേട്ടോ. പിന്നെ യൂനൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുമ്പോൾ ഷവർമയും ഇതൊക്കെയായിരുന്നു. മീൻസ് ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിക്കനും മയോണീസും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടാണുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ജേണലൊക്കെ ചെയ്തു. ന്യൂ ഇയറിൻ്റെ ഇതാണ് ഞാൻ ചെയ്ത ജേണൽ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതൊരു തട്ടിക്കൂട് ജേണലാണ്, വലിയ രസത്തിൽ ചെയ്തതൊന്നുമല്ല, വെറുതെ ഒരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ജേണൽ ബുക്ക് എന്ന് പറയുമ്പോൾ 2024 ആണ്. 2026 ആയിട്ട് വരെ ഈ ഒരു ജേണൽ കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ല കുറേ ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് ഫുള്ളും ഫില്ലായിട്ടില്ല. അപ്പം നമുക്കത് എന്തായാലും ഫുള്ളൊക്കെ ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ്, ഞാനിതാ ഈ ഒരു ജേണൽ ബുക്കിൽ ഇപ്പോൾ അടുത്തതായിട്ടൊരു ജേണൽ ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് വിൻറ്റേജ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു ന്യൂ ഇയറിൻ്റെ ജേണലിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ജേണൽ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സപ്ലൈസൊക്കെ വെച്ച് ചെയ്തതാണ്. നൈറ്റൊരു 10:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉറങ്ങാൻ പോവാണ് കേട്ടോ. 2025 ഒക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. എന്തായാലും 2026 ഫസ്റ്റത്തെ വീഡിയോ ആണ്. പിന്നെ ജനുവരി 1 ഷൂട്ട് ചെയ്തതാണെങ്കിലും ജനുവരി 5 ആയിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.